ലഹരി മാഫിയയുടെ ബന്ധം ആരോപിക്കപ്പെട്ട കൊലപാതകത്തിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. പാളയം പുതിയ കോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ 45ലേറെ മുറിവുകളേൽപ്പിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത് ബന്ധുവായ 21കാരൻ ദീപക്കാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ദീപക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നുവെന്നും അയൽക്കാരും ബന്ധുക്കളുമായി നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെന്നും ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ എ.പി. ഷൗക്കത്ത് അലി പറഞ്ഞു. പ്രത്യേക വയലൻസിൻ്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. വയലൻസ് ഉണ്ടായിട്ട് ചില കുടുംബാംഗങ്ങളോടും അയൽവാസികളോടും മറ്റുള്ളവരോടൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഇയാളെ മാനസിക ചികിത്സയ്ക്ക് കൊണ്ടുപോയാൻ ബിജുവിൻ്റെ സഹായം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ബിജു അക്കാര്യത്തിൽ മുൻകൈയെടുത്തു എന്നതൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു. കൊലപാതകത്തിനു ശേഷം ബിജുവിന്റെ സംസ്കാര ചടങ്ങിലും പ്രതി പങ്കെടുത്തിരുന്നു. സ്വന്തമായി വാഹനമില്ലാത്ത പ്രതി അച്ഛന്റെ വാഹനം ഉപയോഗിച്ചാണ് സ്ഥലത്തെത്തി കൊലപാതകം നടത്തിയത്. പ്രതിയുടെ വീട്ടിൽ നിന്നും കൊല്ലപ്പെട്ട ബിജുവിന്റെ മൊബൈൽ ഫോണും ബിജുവിന്റെ സ്കൂട്ടറിന്റെ താക്കോലും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൃത്യം നടക്കുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ച നിലയിലും അന്വേഷണ സംഘം കണ്ടെത്തി. അതേസമയം പ്രതി ദീപകിന് മാനസിക പ്രശ്നങ്ങളില്ലെന്നും ലഹരിക്ക് അടിമയായിരുന്നുവെന്നും കൂടുതൽ ലഹരിക്കണ്ണികൾ കൊലയ്ക്ക് പിന്നിലുണ്ടെന്നും കുടുംബം ആരോപിച്ചു. ഇവന് പിന്നിൽ ഇനിയും ആൾക്കാരുണ്ട്. ഇവന്റെ അത്ര പ്രായക്കാരുള്ള ചെക്കന്മാരുണ്ട്. എന്തായാലും ഇവൻ ഒരാൾ ഇതിൽ പോയാൽ ഇവന് ഭ്രാന്ത് നിങ്ങൾ തള്ളിക്കളിയേക്കൂ. ഒന്നിനും അവന് ഭ്രാന്തില്ല. അവൻ്റെ ഏട്ടൻ തന്നെ അവനെ പേടിച്ചിട്ടാണ് വീട്ടിൽ നടക്കുന്നത്. അറിയോ, ഇപ്പം എൻ്റെ ഏട്ടൻ ഇങ്ങനെ സംഭവം വന്ന് ഇത്രയും കാര്യങ്ങൾ പുറത്ത് വന്ന് എൻ്റെ ഏട്ടനല്ലെങ്കിൽ വേറൊരു ആളെ കൊല്ലും എന്നുള്ളതിൽ 100-110% ഉറപ്പായിരുന്നു. കഴിഞ്ഞ 19-ാം തീയതി പുലർച്ചെയാണ് പാളയം ബസ് സ്റ്റാൻഡിന് പിറകിലുള്ള ഒറ്റമുറി വീട്ടിൽ പുലർച്ചെ 3 മണിയോടെ ബിജുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആദ്യഘട്ടം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി മാഫിയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയതിന്റെ വൈരാഗ്യത്താൽ ലഹരി മാഫിയ ചെയ്ത കൊലപാതകമാണിതെന്ന് പരക്കെ പ്രചരിച്ചിരുന്നു. പോലീസ് ഇത് തള്ളുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, കോഴിക്കോട്.